നിഅമത്ത്, അവൻ നൽകിയ ഈ ഒരു വല്ലാത്ത അനുഗ്രഹം, അത് ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലെ അനുഗ്രഹത്തെ അള്ളാഹു എണ്ണിപ്പറയുമ്പോൾ പോലും അവിടെ അള്ളാഹ് എടുത്തു പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഇണകളും മക്കളും കുടുംബവും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളത്. ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക നിങ്ങളും നിങ്ങളുടെ ഇണകളും എന്നാണ്. ഇണകളോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ നൂറുകണക്കിന് എണ്ണമറ്റ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹ് ശ്രദ്ധേയമായി എടുത്തു പറഞ്ഞ കാര്യമാണിത്. പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിക്ക് ജീവിക്കുന്ന ഒരു കുടുംബം, അവർ സ്വർഗത്തിൽ അതേ കുടുംബത്തോടൊപ്പം ഹാജരാകാനുള്ള അവസരം അവർക്കുണ്ട് എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ ശരിക്കും നമുക്ക് ആ ഒരു അനുഗ്രഹം ബോധ്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സമാധാനകരമായ സന്തോഷകരമായ ഒരു ജീവിതം, ഒരു കുടുംബം, അത് സാധ്യമാകാനുള്ള വഴി ഏതാണ്? ഏറ്റവും പ്രധാനം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏത് വിഷയത്തിലും നമുക്ക് ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകേണ്ട ആള്. അല്ലാഹുവെ, നിൻ്റെ പക്കൽ നിന്നാണ്, അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹുവെ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. പടച്ചറബ്ബണ അൽ ബറക്കത്തു മിനല്ലാഹ്, ബർക്കത്ത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു അടുക്കൽ നിന്നാണ്. അതുകൊണ്ടാണ് ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫിൽ ഖൈർ എന്ന് നിക്കാഹിൻ്റെ വേദിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുടുംബം, അതിൻ്റെ ആ ഒരു ഊഷ്മളത, അതിൻ്റെ ഒരു മാധുര്യം, അതിൻ്റെ ഒരു സമാധാനം, അതിൻ്റെ ഒരു സുരക്ഷിതത്വം, അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാ നിലക്കും അനുഭവിക്കണമെങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുക തന്നെ വേണം. ഏത് വിഷയത്തിലും ഖൈറും ബർക്കത്തും നൽകുന്ന പടച്ച റബ്ബാണ് നമുക്കത് നൽകാനുള്ളത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവെ, നിൻ്റെ പക്കൽ നിന്നുള്ള ആ ഒരു സന്തോഷം, അത് കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഇണകളിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൺകുളിർമ, നീ നൽകുന്ന ആ ഒരു കൺകുളിർമ എനിക്ക് നീ നൽകണമേ എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഹബ്ലന എന്നാണ്, പടച്ചോനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർറത്ത് അഅ്യുൻ, അത് പടച്ച റബ്ബാണ് നൽകാനുള്ളത്, അല്ലേ? മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖവും സന്തോഷവും കൺകുളിർമയും നമുക്ക് ലഭിക്കാനുള്ളൊരു ഇടമാക്കി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈയൊരു വൈവാഹിക ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ തന്നെ തരേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പടച്ച റബ്ബിനോട് നമ്മളത് ചോദിക്കണം. അത് ഏതിലൂടെയാണ് സഹോദരന്മാരെ കിട്ടുക? ഈ ആയത്തിന് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നുണ്ട്, ലൈസ ശൈഉൻ അഖറു ലിഐനിൽ മുഅ്മിൻ മിൻ അൻ യുറാ സൗജതഹു വ ഔലാദഹു മുതഈന ലില്ലാഹി അസ്സ വജൽ. ഒരു മനുഷ്യൻ്റെ ഇണകളും മക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാവുക എന്നതിനേക്കാൾ വലിയ കൺകുളിർമയുണ്ടാക്കുന്ന വേറൊരു വിഷയമല്ല എന്നുള്ളതാണ്. മഹാനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം രാത്രി ഉറക്കം ഒഴിച്ച് പകൽ ക്ഷീണം അനുഭവിച്ചപ്പോൾ കൈലൂലയുടെ നേരത്ത് ഉറങ്ങാൻ പോണ സമയത്ത് മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ ഉറങ്ങുകയാണോ? ഈ നേരത്ത് നിങ്ങൾ ഉറങ്ങിയാൽ ആരെങ്കിലും നീതി തേടി വന്നാൽ, ആരെങ്കിലും അയാളുടെ അവകാശത്തിന് വേണ്ടി അവകാശം ചോദിച്ചു വന്നാൽ ആരാണ് അയാൾക്ക് നീതി വിധിച്ചു കൊടുക്കാനുള്ളത്? ഭരണാധികാരി എന്ന നിലക്ക് താങ്കൾ ഉറങ്ങുന്ന ആ ഒരു താങ്കളുടെ ആബ്സെൻസിൽ ഏതെങ്കിലും ഒരാൾക്ക് നീതി കിട്ടാതെ പോയാൽ പടച്ച റബ്ബ് ഏൽപ്പിച്ച ആ ഒരു അമാനത്തിൻ്റെ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനാവുകയില്ലേ എന്ന നിലക്ക് മകൻ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ മുതുകിൽ നിന്ന് നിൻ്റെ ദീനിന് എന്നെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് നൽകിയതിന് പടച്ച റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ്. നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന എല്ലാവിധ സൽഗുണത്തിൻ്റെയും പേരാണ് മതബോധം എന്ന് പറയുന്നത്. മതബോധമുള്ള ഇണ, മതബോധമുള്ള മക്കൾ, മതബോധമുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ തുടങ്ങി ഒരു മനുഷ്യൻ്റെ കർമ്മത്തിലും ആചാരത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും വേഷവിധാനങ്ങളിലും അയാളുടെ ക്രയവിക്രയങ്ങളിലും തുടങ്ങി ജീവിതത്തിലുടനീളം അയാൾ നന്മകൾ പ്രകടിപ്പിക്കുക എന്നതാണ് ദീനുള്ളവരാവുക എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
അതിൻ്റെ തുടക്കം ഈമാനാണ് എന്നത് ശ്രദ്ധേയമാണ്. ആ ഈമാൻ മുതൽക്ക് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന സകല ഗുണങ്ങളുടെയും പേരാണ് യഥാർത്ഥത്തിൽ ദീനീബോധം എന്ന് പറയുന്നത്. അങ്ങനെ ദീനീബോധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഈ ഖുർറത്തു അഈൻ എന്ന് പറയുന്ന ആ കൺകുളിർമ ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന ഈ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാനായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് എടുത്തു കാണിച്ചു തന്ന കാര്യം എല്ലാ ഖൈറും എല്ലാ ബർക്കത്തും കുടികൊള്ളുന്നത് അള്ളാഹിൻ്റെ ഖുർആനിലും അത് ഉൾക്കൊള്ളുന്ന ദീനിലുമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലും അത് ഉൾക്കൊള്ളുന്ന ദീനിലുമാണ് എല്ലാ ഖൈറും ബർക്കത്തുമുള്ളത്. കിതാബുൻ അൻസൽനാഹു മുബാറക്, ഈ വിശുദ്ധ ഖുർആനിനെ നാം അനുഗ്രഹീതമായ ഗ്രന്ഥമാക്കി ഇറക്കിയിരിക്കുന്നു എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഖുർആനിനേക്കാൾ ബർക്കത്ത് കുടികൊള്ളുന്ന മറ്റൊന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും വലിയ ബർക്കത്ത്, അതിൻ്റെ പാരായണവും അതിൻ്റെ ശ്രവണവും അത് ഉൾക്കൊണ്ടുള്ള ജീവിതവും അതിൻ്റെ പ്രബോധനവും ആ ഖുർആൻ മുഴുക്കും ബർക്കത്ത് നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ ബർക്കത്ത് നിശ്ചയിച്ചത് അതിലേക്ക് നാം കൂടുതൽ കൂടുതൽ അടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൂടെയാണ്, അവൻ സഹായിക്കും എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുഅ്മിനീങ്ങളെക്കുറിച്ചാണ്, മുത്തഖീങ്ങളെക്കുറിച്ചാണ്, മുഹ്സിനീങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പടച്ച റബ്ബിന് വിധേയപ്പെട്ട് മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് നല്ല ഒരു ജീവിതം ഇരുലോകത്തും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഓഫർ നൽകുന്നത് മതബോധമുള്ളവർക്കാണ്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല എന്നോ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നോ കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല എന്നോ ഒന്നുമല്ല. പ്രവാചകന്മാർക്ക് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഹൃദയം പിടക്കും, കണ്ണുകൾ നിറയും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ സമ്പൂർണമായ ഒരു സമാധാനം സ്വർഗത്തിലാണ്. ഇവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളെ ബാധിക്കും. എന്നിരുന്നാലും എന്ത് പരീക്ഷണം ബാധിച്ചാലും ഏത് ബുദ്ധിമുട്ടുകൾ ബാധിച്ചാലും എത്തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മെ വേട്ടയാടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകാൻ കണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങൾ, ശരീരം കൊണ്ട് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്ന് കുടുംബങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം വില്ലനായി കുടികൊള്ളുന്നതും ഇത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ വരൻ വധുവിനോട് പറയുന്നത് അയാളുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച മുഴുവൻ വൃത്തികെട്ട ജീവിതവുമാണ്. വലിയ പ്രതീക്ഷയിൽ താൻ ഏറെ സ്നേഹിച്ച് കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റിൽ ഒരുപാട് നല്ല വിചാരങ്ങളുമായിട്ട് ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കേണ്ട ആളുകൾ തൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുപോയ നശിച്ച ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചാൽ അവിടം തന്നെ തൊട്ട് തുടങ്ങുകയാണ് ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ പകരമായി അപ്പുറത്തു നിന്ന് ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുടുംബ പ്രശ്നത്തിൻ്റെയും ഏറ്റവും അടിവേരെന്ന് പറയുന്നത് മതബോധമില്ലായ്മയാണ്. മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. മതം കണിശമായി വിലക്കിയ കാര്യങ്ങളിൽ കാണിക്കുന്ന അലംഭാവവും ഉദാസീനതയുമാണ്. ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങൾ കാരണത്താലാണ് കുടുംബത്തിൻ്റെ എല്ലാ അലകും പിടിയും തകർന്ന് നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ദീനീ ബോധമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൻ്റെ തുടക്കം വൈവാഹിക ജീവിതമാണല്ലോ. അവിടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് കണ്ണിനിണങ്ങുന്ന സൗന്ദര്യമുള്ള ഒരു ഇണ എന്ന് മാത്രമല്ല, മറിച്ച് എന്താണ്? നിങ്ങൾ ദീനിനെ തിരഞ്ഞെടുക്കണം എന്നാണ്. ഫദ്ഫർ ബിദാത്തി ദീൻ. നിന്റെ കൈകൾ മണ്ണാകേണ്ടി വന്നാലും ശരി, നീ ദീനുള്ള ഒരു പെണ്ണിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പുരുഷനെ തിരഞ്ഞെടുക്കുമ്പോഴും അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവൻ്റെ വരുമാനം എന്താണ്, അവൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് എന്നതിന് പ്രസക്തിയില്ലെന്നും നമ്മൾ പറയണില്ല. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും മതബോധമില്ലാത്ത ഒരുത്തന് ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണോണ്ട് ഒരു അർത്ഥവുമില്ല. മറിച്ച് മതബോധമുള്ള ഒരുത്തന് നേരത്തെ പറഞ്ഞതെല്ലാം അല്പം കുറവാണെങ്കിലും ശരി, യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവന് ധന്യത കൊടുക്കുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത ഒരു കേസ്
സാധുവായ ഫക്കീറായ ദീനീബോധമുള്ള ഒരു യുവാവിന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് സമൂഹത്തെ ബാധ്യത ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു സംഗതിയിലാണ് പടച്ചോൻ ധന്യത ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും സെലക്ട് ചെയ്യുമ്പോൾ ദീന് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ആ ദീനുള്ളവർക്കിടയിലാണ് സമാധാനകരമായ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയല്ലേ പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥന എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും, എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും. ഇബ്രാഹിം നബിയും യഅഖൂബ് നബിയും സ്വന്തം മക്കൾക്ക് വസിയത്ത് കൊടുത്ത കാര്യം എന്താ? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹ് നിങ്ങൾക്ക് ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് മതമാക്കി തന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, അല്ലാഹ് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അത്? അല്ല, ഇസ്ലാമാകാൻ പറ്റിയെന്ന ആ ഒരു ഭാഗ്യത്തേക്കാൾ വലിയ ഭാഗ്യം എന്താ ഉള്ളത്? ആ ഭാഗ്യം മക്കളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മരിക്കരുത്, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. അത്രയും അധികം ഇമ്പോർട്ടൻസ് ദീനിനുണ്ട് സഹോദരന്മാരെ. അപ്പോൾ നമുക്കൊക്കെ ആദ്യം എന്താണ്? റിസ്ക് അല്ലേ? മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, മറ്റ് സംഗതികളെല്ലാം. വിശുദ്ധ ഖുർആൻ റിസ്ക്കിനെ ചേർത്ത് വെച്ചത് ആരാധനയോടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ യുരീദു അൻ യുത്ഇമൂൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഞാൻ നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നിനെയും മനുഷ്യനെയും ഞാൻ പടച്ചു വിട്ടത്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നോ എനിക്ക് റിസ്ഖ് നൽകണമെന്നോ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വചനം നമുക്ക് കാണാൻ സാധിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നബിയെ, താങ്കളുടെ കുടുംബത്തോട് നിസ്കാരത്തിന് കൽപ്പിക്കണം. താങ്കളുടെ കുടുംബത്തിന് ആരാധനയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി പറയണം. ആ വിഷയത്തിൽ താങ്കൾ അങ്ങേയറ്റത്തെ ക്ഷമിച്ച് അങ്ങേയറ്റത്തെ ക്ഷമ ശീലിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണതാ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഞാൻ നിന്നോട് റിസ്ഖ് ചോദിക്കുന്നില്ല. എന്താ അതിൻ്റെ വിശദീകരണം എന്നറിയോ? നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും റിസ്ഖ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. നിന്നെയും നിൻ്റെ കുടുംബത്തിൻ്റെയും റിസ്ഖ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ എന്നെ ആരാധിച്ച് എനിക്ക് കീഴൊതുങ്ങി മുന്നോട്ട് പോയാൽ മതി, ബാക്കി പടച്ചോൻ നമുക്ക് തരുന്ന പറയും. സുഹൃത്തുക്കളെ, ഈ റിസ്ഖ് എന്ന് പറയണതൊക്കെ പടച്ചോൻ തരുന്ന സാധനമാണ്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിലുണ്ടെങ്കിൽ അള്ളാഹ് നമുക്ക് എളുപ്പാക്കി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരെങ്കിലും പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. ആരെങ്കിലും അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ദീനീ ചിട്ടയിൽ, തഖ്വയിൽ, മതബോധത്തിൽ സൂക്ഷ്മത കാണിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം അള്ളാഹ് എളുപ്പമാക്കി കൊടുക്കും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അള്ളാഹ് ഒരു ജനതയെ നശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും എന്നെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് ബർക്കത്തിറക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും പടച്ച റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള സമാധാനത്തിനും അവൻ്റെ പക്കൽ നിന്നുള്ള സഹായത്തിനും അവൻ്റെ സുരക്ഷയ്ക്കും അവൻ്റെ പക്കൽ നിന്നുള്ള ആ ഒരു സെക്യൂരിറ്റിക്കും നമ്മൾ ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അള്ളാൻ്റെ ഒരു വാഗ്ദാനമുണ്ട് ഖുർആനിൽ. ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയാണ്, ഇത് അള്ളാൻ്റെ ഒരു വാഗ്ദാനമാണ്, അവൻ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. എന്താണ് ആ വാഗ്ദാനം എന്നറിയോ?
മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബഹ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഈമാൻ ഉള്ളവനായിക്കൊണ്ട് പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃതങ്ങളിൽ മുഴുകുന്ന ആൾക്ക് അള്ള കൊടുക്കുന്ന വാഗ്ദാനം ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം കൊടുക്കാം, നല്ലൊരു കുടുംബജീവിതം, നല്ല മക്കൾ, നല്ല സ്വസ്ഥത, നല്ല സമാധാനം, നല്ല ഇണക്കം. ഇതൊക്കെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ഈമാൻ കൈമുതലാക്കി സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്. പറയുമ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ജുമാക്ക് പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും നോമ്പൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈമാൻ ശരിപ്പതെടുത്തുന്നിടത്ത് പലർക്കും അപജയങ്ങളുണ്ട്. പലരും അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതിന് പകരം പല ശക്തികളിലുമാണ് തവക്കുലാക്കുന്നത്. പലരും അത്യാസന്ന ഘട്ടത്തിൽ അള്ളാഹനെ മാത്രമാണ് വിളിക്കാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. എല്ലാ ശക്തികളെയും മറന്നുപോയി മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹനെ മാത്രം വിളിച്ച ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുകയാണ് മുസ്ലിം നാമങ്ങളിൽ അറിയപ്പെടുന്ന ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ. അതുകൊണ്ട് ഫസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ്. ആ ഈമാനിൻ്റെ വശങ്ങൾ പൂർണ്ണമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ബൈഅത്ത് വാങ്ങി. പിന്നീട് സെലക്റ്റഡ് പേഴ്സൺസിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങി. എന്താ ബൈഅത്ത് വാങ്ങിയത്? നിങ്ങൾ ഒരാളോടും ഒന്നും ചോദിക്കരുത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ മറ്റുള്ളവരൊക്കെ ചോദിക്കേണ്ടി വരും. എന്നിരുന്നാലും ഈമാനിൻ്റെ ടോപ്പ് ദറജ അതാണ്. ചോദ്യം പടച്ചോനോടല്ലാതെ ഒരാളോടും നിങ്ങൾ ചോദിക്കരുതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക കുറച്ച് ടീമിനെ, സ്പെഷ്യൽ ടീമിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്തു. ആ ആൾക്കാരൊക്കെ അതിനുശേഷം ഒട്ടകപ്പുറത്ത് കയറും. അവരുടെ തട്ടം, തലയിലുള്ള തട്ടമോ അല്ലെങ്കിൽ അതിൻ്റെ റിങ്ങോ ഒക്കെ താഴെ വീണാൽ, കയ്യിലൊരു വടിയോ ഒക്കെ താഴെ വീണാൽ അതൊന്ന് എടുക്കോ എന്ന് ചോദിക്കണതിന് പകരം ഒട്ടകത്തുനിന്ന് താഴോട്ട് തന്നെ ഇറങ്ങിയിട്ട് വീണ്ടും ഒറ്റയ്ക്ക് അതിൻ്റെ മീതെ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചരിത്രങ്ങളിൽ. അത്രയും അധികം അള്ളാനെ മാത്രം അവലംബിച്ച് ജീവിക്കേണ്ട ആൾക്കാർ. എന്ത് ശക്തി, എന്ത് വ്യക്തി, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു, അങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ ആകൂലായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മളാരാ? അപ്പം ഈമാനുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈമാനിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിൽ വലിയ പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ലൈഫ് ഇരുലോകത്തും ഓഫർ ചെയ്ത, ദുനിയാവിലും പരലോകത്തുമാണ് ഈ ഓഫർ. അത് പടച്ചോൻ തന്നത് ഈമാനുള്ളവർക്കാണ്. പിന്നെയോ ഈമാനുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമുക്കൊക്കെ ഈമാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ രക്ഷപ്പെട്ടോളും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. ആ ഈമാനിൻ്റെ അടയാളമാണ് അയാളിൽ ഉണ്ടാകുന്ന സുഹൃതങ്ങൾ. ഈമാൻ ഹൃദയത്തിലല്ലേ, പിന്നെ എന്തിനാണ് വെറുതെ ഇസ്ലാമിക വേഷം ധരിക്കണം എന്നൊക്കെ നിങ്ങൾ പറയേണ്ടത്? ഈമാൻ ഉണ്ടായ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകുമ്പോൾ അയാളുടെ വേഷം ഇസ്ലാമികമാകും. ആ ഈമാൻ്റെ കുറവുകൊണ്ടാണ് വേഷം മാറി മാറി വരുന്നത്. മനസ്സിലായില്ലേ? ദീനീബോധമുള്ള ഒരു ഇണയെ വേണം എന്ന് പറയുമ്പോൾ അയാൾക്ക് ദീനുണ്ടോ? അയാളുടെ വേഷം എങ്ങനെയാണ്? അയാളുടെ വേഷം പാൻറ്റും കുപ്പായുമാണ്. ഒരു പെണ്ണിൻ്റെ വേഷം പാൻറ്റും ഷർട്ടും ആണെങ്കിൽ എങ്ങനെയാണ്? അള്ളാഹ് പറഞ്ഞല്ലേ, ദാലിക അദ്നാ യുഅറഫ്ന, അവൾ തിരിച്ചറിയപ്പെടാൻ. എന്ത് തിരിച്ചറിയാൻ? അവൾ നല്ല ദീനീബോധമുള്ള ഒരു പെണ്ണാണെന്ന് തിരിച്ചറിയണം. ഏതിലൂടെ? അവളുടെ വേഷത്തിലൂടെ. ഇപ്പം ഈമാനിൻ്റെ പ്രകടനമാണ് നമ്മുടെ ശരീരങ്ങൾ നിർവഹിക്കുന്നത്. അതല്ലേ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ തസ്ദീഖും ബിൽ ഖൽബ്, ഖൗലും ബിൽ ലിസാൻ, വഅമലും ബിൽ ജവാരിഹ്. അതാണ് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇതിൻ്റെ പേരാണ് ഈമാൻ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഈമാൻ എടുത്തു പറഞ്ഞിടത്തൊക്കെ സുഹൃതങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കലാണ്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അബ്റാറുകൾ, പുണ്യവാളന്മാർ, അവർ സുഖാനുഗ്രഹങ്ങളിലാണ്, അവർ നഈമിലാണ്, അവർ അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നവരാണ്. ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഇമാം നാസിർ സഅദിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് നഈമുൻ ഫിദ് ദുനിയ വ നഈമുൻ ഫിൽ ബർസഖി വ നഈമുൻ ഫി ദാറിൽ ഖറാർ. ദുനിയാവിലും ഖബറിലും പരലോകത്തും
അവർക്ക് സുഖാനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയണത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. അടുത്തില്ലെങ്കിലോ അതിൻ്റെ ഒരു പരിക്ക് എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുമ്പോഴൊക്കെയും എൻ്റെ വാഹനത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജോലിക്കാരിലോ അതിൻ്റെ ഒരു പ്രതിഫലനം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മുൻഗാമിയായൊരു സലഫ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിലക്കുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിനൊരു പരിക്കില്ലാണ്ടിരിക്കില്ല. അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാവട്ടെ. അതിൻ്റെ പരിക്കുകൾ എല്ലായിടത്തും എഫക്റ്റ് ചെയ്യും. കുടുംബം തന്നെ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, സമ്പത്ത് നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. എല്ലാം നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫസാദുകളും ഫിത്നകളും ഉണ്ടാകുന്നതെന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ. അത് എവിടെയും ബാധിക്കും, എല്ലായിടത്തും ബാധിക്കും. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. എൻ്റെ ഉത്ബോധനത്തെ ആരാണോ അവഗണിക്കുന്നത് അവന് കുടുസ്സമായൊരു ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹ്ക്ക് കീഴൊതുങ്ങി പടച്ച റബ്ബിൻ്റെ പ്രീതിയും അവൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തും അവൻ്റെ പക്കൽ നിന്നുള്ള സഹായവും നേടിയെടുക്കാൻ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ആ സ്വർഗത്തിൽ നമ്മൾ സുഖാഡംബര ജീവിതത്തിലായിരുന്നു. അവിടുന്ന് പടച്ചോൻ ഭൂമിയിലേക്ക് നമ്മൾ വിടുമ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ആരാണോ എൻ്റെ ഗൈഡൻസ് പാലിച്ച് ജീവിക്കുന്നത് അവർക്ക് ഒരിക്കലും വഴികേട് സംഭവിക്കില്ല, അവർക്കൊരിക്കലും ദൗർഭാഗ്യം സംഭവിക്കില്ല, അവർക്കൊരിക്കലും ക്ലേശം, അവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർക്ക് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല, ഒരിക്കലും ദൗർഭാഗ്യകരമായ അന്തരീക്ഷങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ അള്ളാൻ്റെ സ്ക്രിപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്, അള്ളാൻ്റെ ഗൈഡൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മളെ ഭൂമി കാണുന്നത് തന്നെ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു ലോകമുണ്ട് നമുക്ക് ആർക്കും അറിയുന്നില്ല അല്ലേ. ഉമ്മൻ്റെ വയറ്റിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിന്. ആ വയറ്റിലാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം ആ സമയത്ത് നമുക്ക് ചിന്ത ഉണ്ടെങ്കിൽ അല്ലേ. എന്നാൽ അതിൻ്റെയും മുമ്പോ അതിന് മുമ്പ് നമ്മളിവിടെ ഇല്ലെന്നെ. ഇല്ലാത്തോടത്തുനിന്ന് പടച്ചോ നമ്മൾ ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളും ട്രെൻഡുകളും ഫാഷനുകളും മോഡലുകളും ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് മീഡിയകളും അവതാരകന്മാരും അവതാരികമാരും സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ഉണ്ടാകാം. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ അതൊക്കെയാണോ ശരി? അല്ലല്ലോ. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ച് വിട്ട പടച്ചോൻ അവൻ നമുക്കൊരു ഗൈഡൻസ് തന്നിട്ടുണ്ടോ? ഉണ്ട്. അതെന്താണ്? അതാണ് ഖുർആൻ. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് ഹുദയാണത്, അവർക്കുള്ള വിവരണമാണത്, സത്യാസത്യം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള മാപിനിയാണത്. പടച്ചോൻ ആ ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതിനെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ദീന് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ള അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മക്കൾ. എല്ലാവരുടെയും ലക്ഷ്യം പടച്ചോൻ്റെ ഇഷ്ടം നേടുക, പടച്ചോൻ്റെ സ്വർഗം നേടുക. അതായിരുന്നാൽ അതിൻ്റെ ഒരു ഖൈറും ബറക്കത്തും നമുക്ക് ഇരുലോകത്തും ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു. ആരുടെയെങ്കിലും ഉദ്ദേശം ആഖിറത്തായാൽ അവൻ്റെ കാര്യം അല്ലാഹ് ഒരുക്കൂട്ടി കൊടുക്കും. അവൻ്റെ കണ്ണിന് മുന്നിൽ അല്ലാഹ് ധന്യത ഇട്ട് കൊടുക്കും. അവനെ തേടി ദുനിയാവ് ഇങ്ങോട്ട് വരും. എന്നാൽ യാതൊരാളുടെ ഉദ്ദേശം പരലോകമാണോ ദുനിയാവാണോ അവൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹ് ചിന്ന ഭിന്നമാക്കും. അവൻ്റെ ഉള്ളിൽ എപ്പോഴും ടെൻഷനായിരിക്കും, അസ്വസ്ഥതയായിരിക്കും, ദുനിയാവിനെക്കുറിച്ച് ഓർത്തുള്ള ആ ഒരു ഭീതിയായിരിക്കും. അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ധന്യത എന്നുള്ള സാധനം ഊരിയെടുക്കും. ഫഖർ, ദാരിദ്ര്യം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കും. അവൻ ദുനിയാവിന് വേണ്ടിയിട്ട് എത്ര ഓടിയാലും അവൻ വിചാരിച്ച പോലെ ആവൂല. പടച്ചോൻ നിശ്ചയിച്ച ആ ഒരു നിശ്ചിത സംഗതി മാത്രമേ അവന് കിട്ടുള്ളൂ. അപ്പോൾ ആഖിറം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി, ദീനിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയിലുള്ള മുഴുവൻ മെമ്പേഴ്സും അള്ളാഹ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഖൈറും ബർക്കത്തും നിർണ്ണയിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ
അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്കുണ്ടാവും, നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, തഫറഅ ലി ഇബാദതി അംല സദ്റക ഗിനൻ വഅസുദ്ദ ഫഖറക. നിങ്ങൾ എനിക്കുള്ള ഇബാദത്തിൽ വ്യാപൃതരാവണം. ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതാ. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ധന്യത നിറക്കും, നിങ്ങൾക്ക് നേരെയുള്ള ഫഖറിനെ ഞാൻ തടഞ്ഞു വെക്കും. നിങ്ങളങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ധന്യതയ്ക്ക് പകരം ഫഖർ അതിട്ട് തരും, നിങ്ങൾക്കെതിരെയുള്ള ഫഖറിനെ ഞാൻ തടഞ്ഞു വെക്കുകയുമില്ല എന്നാണ്. അപ്പോൾ എല്ലാറ്റിനുമുള്ള ഏറ്റവും വലിയ സബബ് എന്ന് പറയുന്നത് ദീൻ തന്നെയാണ്. എല്ലാ ഖൈറും ബർക്കത്തും കുടികൊള്ളുന്നത് ദീനിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എവിടെയാണ് അസ്വസ്ഥതയുള്ളത്, ഏത് വിഷയത്തിലാണ്. മാനസികമായിട്ട് അസ്വസ്ഥത നേരിടുന്ന ആൾക്കാർ മനസ്സിലെ ചിന്തകളെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവൻ്റെ ആലോചനകളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കണം. അവിടെയൊക്കെ റോങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലാതെ ഒരു മനസ്സ് വെറുതെ അസ്വസ്ഥമാവില്ല. ശാരീരികമായ പ്രയാസങ്ങൾക്കൊരു കാരണം, ഒരു സിംറ്റംസ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാവും. വെറുതെ ഒരു പ്രശ്നം ഒരാളെടുത്തൊന്നും ഉണ്ടാവില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഓക്ക് എന്നെ ഡൗട്ടാണ്, അതാണ് ആകെ പ്രശ്നം, ഞാനെല്ലാം ഓക്ക് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യനോട് സംസാരിച്ച് നോക്കുമ്പോഴാണ് ഡൗട്ടിന് ഉതകുന്ന അശ്രദ്ധ ഇയാളെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ തിരിച്ചുണ്ടായിട്ടുണ്ട്. മക്കൾ പറയും, എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ തന്നെ ഇഷ്ടമല്ല, വീട്ടിൽ ആകെ ഒരു ഉമ്മയുള്ളത്, പിന്നെ അവനാണുള്ളത്, പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, പിന്നെ ഉപ്പ ഗൾഫിലാണ്, ആ വീട്ടിൽ ആകെ ഒരു ഉമ്മയാണുള്ളത്. അവിടെ ഉമ്മനെ പരമാവധി സന്തോഷിപ്പിച്ച് രണ്ടുപേരും സ്വസ്ഥമായി സുഖകരമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട പകരം എനിക്ക് ആ വീട്ടിൽ കയറി ചെല്ലാൻ ഇഷ്ടമല്ല പറയും. എന്തേ? ഉമ്മൻ്റെ സ്വഭാവം ശരിയല്ല. ഉമ്മൻ്റെ സ്വഭാവം എങ്ങനെ ശരിയല്ലാതായി? അതിന് ഇവിടെ വല്ല പങ്കുണ്ടോ? പങ്കുണ്ട്. ഉമ്മക്ക് കുറവുകളുണ്ടാകാം. ഉമ്മക്ക് ഒരു പക്ഷേ നമ്മുടെ സൈക്കോളജി മനസ്സിലായില്ലെന്ന് വരാം. നമ്മുടെ ജനറേഷൻ്റെ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് പഠിക്കാനും അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അറിയാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെയായിരുന്നാലും ഉമ്മയാണ്. ആ ഉമ്മയെ വെറുക്കുന്നെങ്കിൽ, അതിന് ഉമ്മ വെറുപ്പിക്കുന്നെങ്കിൽ അതിനൊരു കാരണം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കാം. ഒരു പ്രശ്നമില്ലാണ്ട്, എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ആ കാരണത്തെ ചെറുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അധിക പ്രശ്നങ്ങളുടെയും കാരണം ഈ മതബോധമില്ലായ്മയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വീട്ടിലേക്ക് ഒരു പിന്നെ ഫ്രണ്ടിന് കയറി വരാവുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അതിനൊരു ലിമിറ്റുണ്ട്. കുടുംബത്തിൽ തന്നെ അന്യരായ ആൾക്കാരുണ്ട്, അവർക്ക് കയറി വരാൻ തന്നെ ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഇസ്ലാം, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇയ്യാക്കും വദ്ഖൂലു അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുള്ളിടത്തേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ ഹമു ആണെങ്കിലോ, അതായത് സ്വന്തം ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോ അല്ലെങ്കിൽ സ്വന്തം ഇക്കാക്കയുടെ അനിയൻ്റെ ഭാര്യമാരോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കയറുന്നതെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമു അൽ മൗത്ത്, മരണമാണ്, സൂക്ഷിക്കണം. അപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളുടെ കാര്യത്തിൽ പോലും സൂക്ഷ്മത കാണിക്കണമെന്ന് പറഞ്ഞ മദാനിയായികൾ പുറത്തുള്ള ആളുകളുടെ കാര്യത്തിൽ ഉദാസീന സമീപനം സ്വീകരിച്ചപ്പോൾ ആർക്കും കയറി വരാനും ആർക്കും ഇടപെടാനും ആർക്കും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനും ഒക്കെയുള്ള ഫ്രീഡം, ഞങ്ങൾ അങ്ങനെയാണ്, പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ അതിന് കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ കുടുസമായി ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ലിബറലായി ചിന്തിച്ചപ്പോൾ എന്താ ഉണ്ടായത്? പ്രശ്നമായില്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങൾ ഫ്രണ്ട്സാണ്, നിങ്ങൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് പെങ്ങളെ തോളിൽ കൈയിട്ട കുഴപ്പമില്ലല്ലോ, പെങ്ങളെ മടിയിൽ നിന്നാൽ കുഴപ്പമില്ലല്ലോ. ആ പെങ്ങൾ ബന്ധം തുടങ്ങി പിന്നീട് ആ ബന്ധത്തിൻ്റെ ആ കോൺസെപ്റ്റിന് ഒരിക്കലും യോജിക്കാത്ത ആങ്ങളെയും പെങ്ങളും മോശപ്പെട്ട ബന്ധത്തിൽ ഏർപ്പെടില്ലല്ലോ, പെങ്ങളെ ഗർഭിണിയാക്കൂലല്ലോ. അതും ആക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരാണ് പുരോഗമനവാദികൾ. അതിനുള്ള സിനിമകളുടെ തിരക്കഥകളെല്ലാം കഴിഞ്ഞ് അതൊക്കെ പുറത്തു വരാൻ പോവാണ്. സ്വർഗാനുരാഗിയുടെ സിനിമ ഇറങ്ങി, ഇനി സ്വന്തം പെങ്ങളെ പ്രണയിച്ച് സ്വന്തം പെങ്ങളുമായിട്ട് അനാവശ്യത്തിൽ മുഴുകുന്ന സിനിമയാണ് പുതുതലമുറക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഒരു ഭാഗത്ത് മദ്യത്തിനെതിരെയും അനാവശ്യങ്ങൾക്കെതിരെയും വാതോരാതെ സംസാരിക്കുമ്പോൾ
മറുഭാഗത്ത് എല്ലാ തോന്നിയാസങ്ങൾക്കും അടിച്ചിറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എന്നാൽ വസ്തുനിഷ്ഠമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചിത്രീകരിക്കാൻ ശ്രമിച്ചാലോ അത് തനതായ രീതിക്ക് കൈകാര്യം ചെയ്യാനും തടയാനുമുള്ള ശേഷി ഉണ്ട് എന്ന് തെളിയിക്കുന്നുമുണ്ട്. തടയാൻ കഴിയുമെന്നും കട്ട് ചെയ്യാൻ കഴിയുമെന്നും തെളിയിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോഴേ നമ്മൾ ഇടപെടുള്ളൂ എന്ന് കാണിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഭാഗത്തും. പറഞ്ഞു വരുന്നത്, ഏതൊരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണമെന്ന് പറഞ്ഞോ ആ ദീനിൻ്റെ അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തുന്നതിൻ്റെ ദുരന്തമാണ് കുടുംബജീവിതങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും മക്കൾക്കും മാതാപിതാക്കൾക്കിടയിലായിരുന്നാലും എല്ലാ രംഗത്തും സംഭവിക്കുന്നത് അത് തന്നെ.